ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വൺ ഓഫ് ദി മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് മാസ്ക് ട്രാൻസിഷൻ. ആൻഡ് ഇവിടെ ഞാൻ ആഫ്റ്റർ വർക്ക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് 2 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് വീഡിയോയുടെ താഴെ വേണം സെക്കൻഡ് വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇവിടെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഈ റൈറ്റ് സൈഡിലെ ഈ ഒരു പോർഷനിലൂടെയാണ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സബ്ജക്റ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും മാസ്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് മാസ്ക് ചെയ്യാം, അതല്ലെങ്കിൽ റോട്ടോ ബ്രഷ് യൂസ് ചെയ്തിട്ടും മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ ഞാൻ റോട്ടോ ബ്രഷ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ലെയർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ റോട്ടോ ബ്രഷ് എടുക്കുവാണ്. ദെൻ സബ്ജക്റ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും നമുക്ക് റോട്ടോ ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡും റോട്ടോ ചെയ്യുവാണ്. നമുക്ക് റൈറ്റ് സൈഡ് വേണം, സോ അത് കീപ്പ് ചെയ്യാം. എന്നിട്ട് ട്രാക്ക് ചെയ്യാം, സ്പേസ് പ്രസ് ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾക്ക് റോട്ടോസ്കോപ്പിനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ റോട്ടോസ്കോപ്പിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം, സോ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇവിടെ റോട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഫ്രീസ് സെലക്ട് ചെയ്യുവാണ്. കുറച്ച് ടൈം എടുക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് കോമ്പോസിഷൻ വിൻഡോയിലേക്ക് പോകാം. ഇനി ഇവിടെ ഞാൻ റോട്ടോ ബ്രഷിലേക്ക് വന്നിട്ട് ഫെദറിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 25 കൊടുത്തു. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ റൈറ്റ് സൈഡ് കട്ടായി പോയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സെക്കൻഡ് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് സെക്കൻഡ് വീഡിയോ കാണാം. ആൻഡ് ഇതിലൂടെയാണ് നമ്മൾ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്, Ctrl+D. ദെൻ താഴത്തെ ലെയറിൽ നിന്ന് നമുക്ക് റോട്ടോ ബ്രഷ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒപ്പാസിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അവിടെ ആ ഒരു ബ്ലാങ്ക് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ക്ലിപ്സും ഒരുമിച്ച് ആനിമേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു നൾ ലെയർ യൂസ് ചെയ്യാം. Ctrl+Shift+Alt+Y, നള്ളിൻ്റെ ഷോർട്ട് കട്ടാണ്. ഏറ്റവും മുകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ദെൻ ഈ 2 ക്ലിപ്സും നമുക്ക് നള്ളിലേക്ക് പേരൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ നൾ ലെയറിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി, റൊട്ടേഷൻ പ്രോപ്പർട്ടി ആൻഡ് സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് റൊട്ടേഷൻ ഇവിടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. റൊട്ടേഷൻ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അവിടെ സ്കെയിൽ, പൊസിഷൻ ആൻഡ് റൊട്ടേഷനിൽ ഓരോ കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റുവാണ്. ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും സ്പീഡിൽ ട്രാൻസിഷൻ നടക്കണം, അതനുസരിച്ച് കീ ഫ്രെയിംസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റി. ഇനി ഞാൻ അവിടെ സ്കെയിലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, നള്ളിൻ്റെ സ്കെയിൽ വാല്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ക്ലിപ്സിൻ്റെ അല്ല. ഇനി ഞാൻ പൊസിഷൻ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. നമുക്കിതിലാണ് ക്യാമറ മൂവ് ചെയ്യേണ്ടത്, ഐ മീൻ ട്രാൻസിഷൻ നടക്കേണ്ടത്. സോ റൈറ്റ് സൈഡ് ഫില്ലാകുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ അവിടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. നള്ള് സെലക്ട് ചെയ്യുക, എന്നിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. പൊസിഷൻ കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിമിൽ നിന്ന് സബ്ജക്റ്റ് മാറുന്നോടം വരെ നമുക്ക് പൊസിഷനും സ്കെയിലും യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇതാണ് ആനിമേഷൻ. ആൻഡ് നിങ്ങൾക്ക് റൊട്ടേഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മേ ബി ഒരു 3% വല്ലതും ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ -3 കൊടുക്കാം, -3 ഡിഗ്രി കൊടുക്കാം. സോ ചെറിയൊരു റൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ചെറിയൊരു റൊട്ടേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടേഷൻ്റെ വാല്യൂ ഒക്കെ കൂട്ടി കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആനിമേഷൻ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ആനിമേറ്റ് ചെയ്യണം. ആൻഡ് അതിന് മുമ്പ് നമുക്ക് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് മോഡിഫൈ ചെയ്യാം. സോ ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുവാണ്. ദെൻ F9 പ്രസ് ചെയ്യാം. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ദെൻ ഗ്രാഫ് നമുക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഞാൻ ഇവിടെ സെൻട്രി സ്പീഡ് കൂടുന്ന രീതിയിലാണ് ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന സ്പീഡ് ഗ്രാഫാണ്. നിങ്ങൾക്ക് വാല്യൂ ഗ്രാഫ് വേണമെങ്കിൽ വാല്യൂ ഗ്രാഫ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ആനിമേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാണ്. ആൻഡ് നമുക്ക് സബ്ജക്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണണം. സോ ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുവാണ്. സോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. സോ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ സ്കെയിൽ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുവാണ്. മൈനസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ നമ്മൾ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടാണ്. ഏകദേശം നമുക്ക് സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ ഞാൻ ഏകദേശം ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുവാണ്. കുറച്ചുകൂടെ സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇമേജിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഏകദേശം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് മോഷൻ ടൈൽ ആഡ് ചെയ്യുവാണ്. മോഷൻ ടൈൽ. ദെൻ നമുക്ക് ഔട്ട്പുട്ട് വിഡ്ത്ത് ഒരു 200 കൊടുക്കാം. ആൻഡ് ഹൈറ്റും നമുക്കൊരു 200 കൊടുക്കാം. ആൻഡ് മിറർ എഡ്ജസ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. സോ ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ക്ലിപ്പിൽ കട്ട് ചെയ്ത ഏരിയ ആനിമേറ്റ് ചെയ്യണം, ഒപ്പാസിറ്റി യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ ക്ലിപ്പ് 1 സെലക്ട് ചെയ്യുവാണ്. ദെൻ T പ്രസ് ചെയ്യാം, ഒപ്പാസിറ്റി ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ദെൻ ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ 0 നമുക്ക് ഏറ്റവും അറ്റത്ത് കൊണ്ടുവെക്കാം. ദെൻ ഇവിടെ നമുക്ക് വാല്യൂ 100 കൊടുക്കാം. സോ ഇനി നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ആ ഏരിയ പതിയെ ട്രാൻസ്പെറൻറ്റ് ആയിക്കോളും. ഇതുണ്ടോ? ഓക്കെ, നമുക്ക് കീ ഫ്രെയിംസ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുവാണ്. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം.
ആൻഡ് ഇവിടെ സെൻറ്ററിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ ഞാൻ ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എഡ്ജസ് കാണാം. ഓക്കെ, ക്ലിയർ ആയിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം ഇവിടെ നമുക്ക് എഡ്ജസ് കാണാൻ പറ്റുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ക്ലിപ്പിലേക്ക് നമുക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് കോപ്പി ചെയ്യാം, Ctrl+C, ദെൻ ഈ ക്ലിപ്പിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, സോ നമുക്ക് ആ എഡ്ജസിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കുവാണ്. നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആനിമേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്ലിപ്പ് ആനിമേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ സെക്കൻഡ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ഫസ്റ്റ് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇനി ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. ദെൻ സ്കെയിലിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എല്ലാം റീസെറ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ സ്കെയിലിലേക്ക് വന്നിട്ട് -100 കൊടുക്കുവാണ്. ഇനി ഞാൻ ഇവിടെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ്. പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. എന്നിട്ട് പൊസിഷൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇത് കണ്ടോ, ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുവാണ്. ദെൻ F9 പ്രസ് ചെയ്യാം. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് നമുക്ക് സെൻട്രൽ സ്പീഡ് കൂടുന്ന രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്ലേ ചെയ്യുവാണ്. സോ ഇതാണ് ആനിമേഷൻ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് ആനിമേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ സ്പീഡിൽ നടക്കണമെങ്കിൽ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുക, കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. എല്ലാ ലെയേഴ്സിലും മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ മോഷൻ ബ്ലറിൻ്റെ സെറ്റിങ്സ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ മോഷൻ ബ്ലർ കിട്ടാൻ വേണ്ടിയാണ്. ആൻഡ് സെറ്റിങ്സ് മാറ്റാൻ വേണ്ടി നമുക്ക് കോമ്പോസിഷൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം, Ctrl+K. ആൻഡ് ഇവിടെ ഞാൻ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ വന്നിട്ട് ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ 360 കൊടുത്തിട്ടുണ്ട്. 180 ആയിരിക്കും ഡിഫോൾട്ട് വരുന്നത്. ആൻഡ് ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് മോഷൻ ബ്ലർ കൂടും, കുറയ്ക്കുന്നതിനനുസരിച്ച് മോഷൻ ബ്ലർ കുറയും. ഞാൻ ഇവിടെ വാല്യൂ 360 കൊടുക്കുവാണ്. ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. ദെൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ബ്ലർ വന്നിരിക്കുന്നതാണ്. ഇനി ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ഗോഷ്യൻ ബ്ലർ കൂടെ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ ലെൻസ് ബ്ലർ യൂസ് ചെയ്യാം. പക്ഷേ അത് റെൻഡർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഗോഷ്യൻ ബ്ലർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗോഷ്യൻ ബ്ലർ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യുവാണ്, ഗോഷ്യൻ ബ്ലർ. ദെൻ അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ക്ലിപ്പിലേക്കും കൂടെ ആഡ് ചെയ്യാം. സെക്കൻഡ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യാം, Ctrl+V. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ദെൻ ഗോഷ്യൻ ബ്ലറിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് നമുക്ക് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ക്യാമറ ബ്ലർ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളിത് ആഡ് ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്. കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് എൻഡിൽ കൊണ്ടുവെക്കാം. ദെൻ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പിൽ ചെയ്യണം. സോ ഞാൻ ഇവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ദെൻ ബ്ലറിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വാല്യൂ നമുക്ക് 30 കൊടുക്കാം. ദെൻ കീ ഫ്രെയിം നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ലെയർ സെലക്ട് ചെയ്തിട്ട് U പ്രസ് ചെയ്യുവാണ്. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് വാല്യൂ 0 കൊടുക്കാം. സോ അത് പതിയെ ഫോക്കസിലേക്ക് വരുന്നൊരു എഫക്റ്റ് കിട്ടും. കീ ഫ്രെയിംസ് നമുക്ക് എൻഡിങ്ങിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ദെൻ സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഗ്രാഫ് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ പതിയെ ഫോക്കസിലേക്ക് വരും. ആദ്യത്തേത് പതിയെ ബ്ലർ ആയി പോവും. ആൻഡ് സെക്കൻഡ് ക്ലിപ്പ് പതിയെ ഫോക്കസിലേക്ക് വരും. ഓക്കെ, സോ ആ ഒരു ക്യാമറ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗോഷ്യൻ ബ്ലർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ട്രാൻസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ബൈ ദ വേ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലത്തെ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്കൊരു സ്ലൈഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ദ സെയിം കോൺസെപ്റ്റ്. ആൻഡ് ബൈ ദ വേ, ദിസ് വീഡിയോ വാസ് സ്പോൺസർഡ് ബൈ ആർട്ട്ലിസ്റ്റ്. ഞാൻ എൻ്റെ പ്രോജക്ട്സിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക്സ്, സൗണ്ട് എഫക്ട്സ്, ഫൂട്ടേജസ് എല്ലാം ഈ ഒരു ഒറ്റ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് ആർട്ട്ലിസ്റ്റ് ഈസ് ലൈക്ക് ആൻ ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം. വി ഗെറ്റ് മ്യൂസിക്സ്, സൗണ്ട് എഫക്ട്സ്, വീഡിയോസ്, AI വോയിസ് ഓവേഴ്സ്, ടെംപ്ലേറ്റ്സ്, LUTs, പ്ലഗിൻസ് ഇതെല്ലാം ആർട്ട്ലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആ ലിങ്ക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആനുവൽ പ്ലാൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ 2 months കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇനി നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ അവിടെ പ്രോജക്റ്റ് വിൻഡോയിലേക്ക് വന്നിട്ട് എൻ്റെ തേർഡ് ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻ ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ സബ്ജക്റ്റിനെ മാത്രം മാസ്ക് ചെയ്യണം. നിങ്ങൾക്ക് പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റോട്ടോ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ റോട്ടോ ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. ലെയർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് റോട്ടോ ബ്രഷ് എടുത്തിട്ട് സബ്ജക്റ്റിനെയും അതുപോലെ ലെഫ്റ്റ് സൈഡും മാസ്ക് ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ റൈറ്റ് സൈഡിൽ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് സൈഡ് റോട്ടോ ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ റോട്ടോ ചെയ്തെടുക്കുക. ആൻഡ് ഞാൻ ഇവിടെ റോട്ടോസ്കോപ്പ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുവാണ്. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ ഇവിടെ റോട്ടോസ്കോപ്പ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കോമ്പോസിഷൻ വിൻഡോയിലേക്ക് വരാം. എന്നിട്ട് ഫെദറിൻ്റെ വാല്യൂ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം.
ഞാൻ ഇവിടെയും ഒരു 25% കൊടുക്കുവാണ്. ഇനി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്, Ctrl+D. ദെൻ താഴത്തെ ലെയർ സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് റോട്ടോ ബ്രഷ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി ഞാൻ ഇവിടെ 2 ക്ലിപ്പും സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഏകദേശം ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് പുറത്ത് പോകുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നൾ ലെയർ ക്രിയേറ്റ് ചെയ്യാം. കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ Ctrl+Shift+Alt+Y. ദെൻ ഈ 3 ലെയേഴ്സും നള്ളിലേക്ക് പേരൻറ്റ് ചെയ്യാം. ഓക്കെ, നള്ളിലേക്ക് പേരൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നൾ ലെയർ ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. ദെൻ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, P. ദെൻ കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ വീഡിയോ ഫ്രെയിമിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് ആനിമേഷൻ. ഇനി ഇവിടെ നമുക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താറുണ്ട്. ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ക്ലിപ്പ്, അതായത് റോട്ടോസ്കോപ്പിംഗ് ഇല്ലാത്ത ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഹൈഡ് ചെയ്യാം. ദെൻ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഏകദേശം ഇങ്ങനെയാണ് എഫക്റ്റ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഞാൻ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുവാണ്. ദെൻ F9 പ്രസ് ചെയ്യാം, ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത അതേ ഗ്രാഫാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെൻറ്ററിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല സ്പീഡ് കൂടുതലാണ്. സോ ഞാൻ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്തിട്ട് കീ ഫ്രെയിംസ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് വീണ്ടും കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യാം. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആകുന്ന രീതിയിൽ ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുവാണ്. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇത് മതി. ഇനി ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് ആനിമേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കുവാണ്. ഒപ്പാസിറ്റി ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലെയർ അൺഹൈഡ് ചെയ്യാം. ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് വാല്യൂ 0 കൊടുക്കുക. ഓക്കെ, ദെൻ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യാം, ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ദെൻ ഗ്രാഫ് നമുക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം കുറച്ച് മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു ഗ്രാഫാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇതുണ്ടോ, ബാക്ക്ഗ്രൗണ്ടും പതിയെ ആനിമേറ്റ് ആയി വന്നോളൂ. ഓക്കെ, ആൻഡ് ഈ ഒരു ഷാർപ്പ് എഡ്ജ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ഈ ലെയറിലേക്ക് ആഡ് ചെയ്യാം. സോ ലെയർ സെലക്ട് ചെയ്തിട്ട് മോഷൻ ടൈൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമുക്ക് വിഡ്ത്ത് മാത്രം മതി. സോ വിഡ്ത്തിൻ്റെ വാല്യൂ ഒരു 150 അല്ലെങ്കിൽ 200 കൊടുക്കാം. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് അതിന് മുമ്പ് മിറർ എഡ്ജസ് കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്കിത് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഞാൻ ഏകദേശം കീ ഫ്രെയിംസ് കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റുവാണ്. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് മതി. ആൻഡ് ഞാൻ ഗ്രാഫും കീ ഫ്രെയിംസും ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ടൈം എടുത്ത് ചെയ്യുക. ഇത് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല. സോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ഇവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുവാണ്. ഗോഷ്യൻ ബ്ലർ. ഇനി കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റുവാണ്. ഏകദേശം ഇവിടം വരെ വരുമ്പോഴത്തേനും നമുക്ക് ബ്ലറിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ബ്ലറിൻ്റെ വാല്യൂ ഒരു 30 കൊടുക്കുക. ഓക്കെ, ദെൻ യു പ്രസ് ചെയ്യാം. കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് ECC ചെയ്യാം, F9. സോ ഇത് കണ്ടോ, ഇത് സ്റ്റാർട്ടിങ്ങിൽ ബ്ലർ ആയിരിക്കും. കണ്ടോ, ഇത് ബ്ലർ ആയിരിക്കും. ദെൻ പതിയെ ഫോക്കസ് ആയി വരും. ആൻഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ ചെയ്യണം. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഇതിലേക്ക് നമുക്ക് ഗോഷ്യൻ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ബ്ലർ വാല്യൂവിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, യു പ്രസ് ചെയ്യുക. ദെൻ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഒരു 30 കൊടുക്കുക. ഓക്കെ, സോ ഏകദേശം നമ്മൾ സെൻറ്ററിൽ നിന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ് പതിയെ ബ്ലറിലേക്ക് പോകും. ആൻഡ് ഫസ്റ്റ് ക്ലിപ്പ് പതിയെ ബ്ലറിൽ നിന്നും ഫോക്കസ് ആയി വരും. ഓക്കെ, ആ ഒരു ക്യാമറയുടെ ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗോഷ്യൻ ബ്ലർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുവാണ്, ECC ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ലെയറിലെല്ലാം മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇനി നമുക്ക് മാസ്ക് സൂം ഔട്ടൂടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ആദ്യം ഞാൻ ഇവിടെ ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞ് ടൈം ലൈൻ ഒന്ന് ക്ലീൻ ആക്കി വെക്കുവാണ്. നമുക്ക് ഈ ഒരു നൾ ലെയറിൻ്റെ ആവശ്യമില്ല. സോ അതുകൂടെ ട്രിം ചെയ്ത് മാറ്റിയേക്കാം. ഈ ഒരു പോർഷൻ ആവശ്യമില്ല. സോ അതുകൂടെ ട്രിം ചെയ്ത് മാറ്റിയേക്കാം. ഇനി ഞാൻ ഇവിടെ പ്രോജക്റ്റ് വിൻഡോയിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ക്ലിപ്പ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുവാണ്. ആൻഡ് ഓൾസോ ആവശ്യമില്ലാത്ത പോർഷൻ നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. Alt ഓപ്പൺ ബ്രാക്കറ്റ്. ആൻഡ് ഞാൻ ഈ ക്ലിപ്സ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ആൻഡ് എനിക്ക് ഏകദേശം ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഏകദേശം ഇവിടെ നിന്നാണ്. സോ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ വീഡിയോ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഏകദേശം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ കൊണ്ടുപോയി ഞാൻ വീഡിയോ പ്ലേസ് ചെയ്തു. ആൻഡ് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് സബ്ജക്റ്റും റൈറ്റ് സൈഡും റോട്ടോസ്കോപ്പ് ചെയ്യണം. സോ ഞാൻ അവിടെ ലെയർ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് റോട്ടോ ബ്രഷ് യൂസ് ചെയ്തിട്ട് സബ്ജക്റ്റും റൈറ്റ് സൈഡും റോട്ടോസ്കോപ്പ് ചെയ്തെടുക്കുവാണ്. ആൻഡ് ബൈ ദ വേ, നിങ്ങൾക്ക് എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെയും പ്രീമിയർ പ്രോയുടെയും കംപ്ലീറ്റ് മാസ്റ്റർ കോഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ കോഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. കാർഡ് ഞാൻ അവിടെ കൊടുത്തേക്കാം. ആൻഡ് വീഡിയോ ഞാൻ ഇവിടെ റോട്ടോസ്കോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കോമ്പോസിഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാം. ദെൻ ഞാൻ ഇവിടെ വീഡിയോ ലെയർ സെലക്ട് ചെയ്യുവാണ്.
ദെൻ പൊസിഷൻ പ്രോപ്പർട്ടി ആൻഡ് അതുപോലെ തന്നെ സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. ഇനി അവിടെ സ്കെയിലിലും അതുപോലെ തന്നെ പൊസിഷനിലും ഓരോ കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് നമുക്ക് സ്കെയിൽ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ആൻഡ് പൊസിഷൻ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മാസ്ക് സൂം ഇൻ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ മാസ്ക് സൂം ഔട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി അവിടെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുവാണ്. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്ക് വേണ്ട രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്യാം. ഞാൻ അവിടെ സെൻട്രലിൻ്റെ സ്പീഡ് കൂടുന്ന രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്യുവാണ്. ദെൻ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അവിടെ ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യുവാണ്. ഇനി അവിടെ പ്രീവിയസ് വീഡിയോ സെലക്ട് ചെയ്യുവാണ്. ദെൻ അതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ആൻഡ് സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ റോട്ടോ ചെയ്ത വീഡിയോ ഇവിടം വരെ ആവശ്യമുള്ളൂ. സോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പൊസിഷൻ പ്രോപ്പർട്ടിയിലും അതുപോലെ തന്നെ സ്കെയിൽ പ്രോപ്പർട്ടിയിലും ഓരോ കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് എൻഡിങ്ങിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ ആൻഡ് സ്കെയിൽ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പൊസിഷൻ ഞാൻ ഏകദേശം ഇവിടെ പ്ലേസ് ചെയ്യുവാണ്. സ്കെയിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. മേ ബി ഒരു 52 കൊടുക്കാം. ഏകദേശം ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. സോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇത് ഇതുപോലെ ആനിമേഷൻ കിട്ടും. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി അവിടെ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുവാണ്. F9 പ്രസ് ചെയ്യാം. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇവിടെ സെൻറ്ററിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ ഞാൻ ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഒന്ന് ചെയ്തതാണ് ഫസ്റ്റ് ട്രാൻസിഷനിൽ. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ആൻഡ് ഈ ബ്ലാങ്ക് ഏരിയ റിമൂവ് ചെയ്യാൻ വേണ്ടി ലെയറിലേക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഹൈറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് മിറർ എഡ്ജസ് കൂടെ ഇനേബിൾ ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. താഴത്തെ ലെയർ സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് ഒപ്പാസിറ്റി പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം, T. ദെൻ നമുക്ക് ലെയറിലെ എഫക്റ്റ് കൺട്രോൾസിലേക്ക് വന്നിട്ട് റോട്ടോ ബ്രഷ് ഡിലീറ്റ് ചെയ്ത് കളയാം. ദെൻ ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. എൻഡിങ്ങിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ആൻഡ് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് ഒപ്പാസിറ്റിയുടെ വാല്യൂ 0 കൊടുക്കാം. ഓക്കെ, സോ ഇത് കണ്ടോ. ആൻഡ് നമുക്ക് ഈ ഷാർപ്പ് എഡ്ജ് റിമൂവ് ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മോഷൻ ടൈൽ. ദെൻ നമുക്കിവിടെ വിട്ട് മാത്രം മതി. സോ നമുക്കിവിടെ വിട്ടിൻ്റെ വാല്യൂ 150 കൊടുക്കാം. ദെൻ മിറർ എഡ്ജസ് കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ഒപ്പാസിറ്റിയുടെ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഏകദേശം സെൻറ്ററിൽ സ്പീഡ് വരുന്ന രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ 2 ലെയറിലേക്കും ഞാൻ ഗോഷ്യൻ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്യുവാണ്. ഈ ലെയറിലേക്ക് ആദ്യം ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യാം. ഗോഷ്യൻ ബ്ലർ. ദെൻ നമുക്കിവിടെ 0ൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ ഒരു 30 കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് U പ്രസ് ചെയ്യാം. ദെൻ ബ്ലർ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് പ്രീവിയസ് ക്ലിപ്പിലേക്ക് വരാം. അതിലേക്കും ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 0ൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ എൻഡിങ്ങിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 30 കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് U പ്രസ് ചെയ്യാം. ദെൻ നമുക്ക് കീ ഫ്രെയിം എൻഡിങ്ങിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ദെൻ കീ ഫ്രെയിംസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഈസി ചെയ്ത് കൊടുക്കുവാണ്, F9. ഓക്കെ, സോ ഇവിടെ നമ്മൾ സ്ക്രബ് ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം ഈ ക്ലിപ്പ് ആദ്യം ബ്ലർ ആയിരിക്കും. ദെൻ പതിയെ ബ്ലർ മാറി വരും. ദെൻ ഈ ഒരു ക്ലിപ്പിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാം ആദ്യം ബ്ലറൊന്നുമില്ല. ദെൻ പതിയെ ബ്ലറായിട്ട് വരും. ഓക്കെ, എൻ്റെ ആ ഒരു നാച്ചുറൽ ക്യാമറ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ലെയേഴ്സിലെല്ലാം മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നമുക്ക് ഫൈനൽ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.